നാടകീയ സംഭവങ്ങളാണ് തലസ്ഥാനത്തുണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി കൗൺസിലർ സുഗതൻ ഒടുവിൽ പിടിയിലായിരിക്കുന്നു. പിടിയിലാകുമ്പോഴാണ് SHOയ്ക്ക് ആകാശത്തേക്ക് വെടിയുതിർക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ അനുയായികൾ വട്ടം ചുറ്റിയതോടെ ഉണ്ടായിരിക്കുന്നത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി തുടരുകയാണ്. അനന്തൻ, സുഗതൻ എവിടെ എന്നുള്ള ചോദ്യം സജീവമായി ഉയരുന്നതിനിടയിലാണ്, അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള അന്വേഷണമൊക്കെ നീതിനിടയിലാണ് ഇന്നിപ്പോൾ പിടിയിലായത്. എങ്ങനെയാണ് ഇയാൾ പിടിയിലാകുന്നത്? അക്ഷയ, സുഗതൻ BJPയുടെ കൗൺസിലറാണ്. അതിന് മുൻപ് നേരത്തെ ഈ BJPയിൽ ചേരുന്നതിനും കൗൺസിലർ ആവുന്നതിനും മുൻപൊക്കെ നിരവധി കേസുകൾ, അടിപിടി കേസുകളും അത്തരം അക്രമ കേസുകളും ഒക്കെ സുഗതന്റെ പേരിൽ ഉണ്ടായിരുന്നു. അതുപോലൊരു കേസാണ് സുഗതനെതിരെ ഇപ്പോൾ ഈ അറസ്റ്റിലേക്ക് നയിച്ച വിഷയത്തിലും ഉണ്ടായത്. ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ടൊരു അടിപിടി കേസ്. അതിൽ വധശ്രമത്തിന് ആണ് സുഗതൻ പ്രതിയായിരുന്നത്. അതിലാണ് സുഗതൻ നേരത്തെ മറ്റു കോടതികളിൽ നിന്നെല്ലാം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. തുടർന്ന് ആ ഉത്തരവിൽ തന്നെ ഹൈക്കോടതി ഒരു ഡേറ്റ് നിശ്ചയിച്ച് ആ ഡേറ്റിനകം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. എന്നാൽ സുഗതൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരായില്ല. തുടർന്ന് ഒളിവിലാണ് എന്നുള്ള വിവരമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇയാൾ അവിടെ വാഴോട്ട് കോണത്ത് എത്തി എന്നുള്ള വിവരം ലഭിച്ചത്. അങ്ങനെയാണ് SHO വിപിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം അവിടേക്ക് പോയത്. SHO വിപിനും സുഗതനും ഒക്കെ ഉൾപ്പെട്ട അല്ലെങ്കിൽ ഒരു വിവാദം ഈ സമീപ കാലത്ത് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. അടുത്തിടെയാണ് ഈ തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം, നിയമസഭാ തെരഞ്ഞെടുപ്പിനും ശേഷം വട്ടിയൂർക്കാവിലെ മലമുകൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു യുവാവിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് സംഘർഷം നിലനിന്നിരുന്നു. അത് CPM BJP സംഘർഷമായി മാറുകയും അവിടെ മാധ്യമപ്രവർത്തകരെ അടക്കം കയ്യേറ്റം ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അന്ന് പോലീസിനെതിരെ ജനങ്ങളുമായി വലിയ സംഘർഷം അല്ലെങ്കിൽ നിലയുറപ്പിച്ചത് അന്ന് സുഗതന്റെ നേതൃത്വത്തിലായിരുന്നു. ഇപ്പോൾ അമൽ തേനമ്പറമ്പിൽ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അമൽ, വളരെ നാടകീയമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് അരങ്ങേറിയത്. കഴിഞ്ഞ ഒരു മാസമായിട്ട് സുഗതൻ ഒളിവിലായിരുന്നു. പിന്നാലെയാണ് ഇന്നിപ്പോൾ പോലീസിന് പിടികൂടാൻ സാധിക്കുന്നത്. പക്ഷെ അതിനിടയിൽ സംഭവിച്ച എന്തൊക്കെയാണ് ഇപ്പോൾ സ്ഥലത്ത് നൽകാനെന്ന വിവരങ്ങൾ? വധശ്രമ കേസുമായി ബന്ധപ്പെട്ട് സുഗതനെതിരെ ഒരു കേസുണ്ടായിരുന്നു. അതിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് പോലീസ് സുഗതനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം നടത്തിയത്. ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമുണ്ടാകുമ്പോൾ ഈ സുഗതന്റെ അനുയായികൾ പോലീസിനെ വളഞ്ഞു. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന് മുന്നിലാണ് നമ്മളുള്ളത്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ നിരവധി ആളുകളാണ്, സുഗതനൊപ്പമുള്ള നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇതിൽ BJP പ്രവർത്തകരടക്കമുള്ള ആളുകളുമുണ്ട്. ഈ സുഗതനെ അറസ്റ്റ് ചെയ്യുമ്പോൾ വീട്ടിലെത്തി പോലീസ് അതിക്രമം കാണിച്ചു എന്നൊരു പരാതിയാണ് പോലീസിനെതിരെ ഇവർ ഉന്നയിക്കുന്നത്. അതിനാലാണ് തങ്ങൾക്ക് ഇടപെടേണ്ടി വന്നത് എന്നൊരു കാര്യം പറയുന്നു ഈ സുഗതനൊപ്പം എത്തിയ ആളുകൾ. ഇപ്പോഴെന്തായാലും വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനകത്ത് സുഗതനുണ്ട്. സുഗതനെയുമായി ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ വാഹനങ്ങൾക്ക് പുറമെ കൂടുതൽ വാഹനങ്ങൾ കൂടി എത്തിച്ചിട്ടുണ്ട്. പോലീസ് വാഹനടക്കം അകത്ത് ക്രമീകരിച്ചിരിക്കുന്നു. സമീപത്തെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് കൂടി ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. ബാരിക്കേഡ് അടക്കം ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ പുറത്തുണ്ടായിരുന്ന ആളുകളെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പുറത്തേക്ക് മാറ്റി. അവരെല്ലാവരും ഇപ്പോൾ പുറത്താണ് നിൽക്കുന്നത്. വട്ടിയൂർക്കാവ് SHO സ്ഥലത്തെത്തി ഈ അറസ്റ്റിനുള്ള നീക്കം നടത്തിയപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്നും പ്രകോപനമുണ്ടായി. ഈ സുഗതനൊപ്പമുള്ള ആളുകളുടെ ഭാഗത്തുനിന്നും പ്രകോപനമുണ്ടായി. അങ്ങനെ ആകാശത്തേക്ക് വെടിയുതിർക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെ ആകാശത്തേക്ക് വെടിയുതിർക്കേണ്ട തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള വാദം ഉന്നയിക്കുകയാണ് സുഗതനൊപ്പമുള്ള ആളുകൾ. നമുക്ക് പോലീസ് സ്റ്റേഷന് മുന്നിൽ കാണാൻ കഴിയുന്നുണ്ട് നിരവധി പോലീസ് വാഹനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. മറ്റ് സമീപത്തെ പോലീസ് സ്റ്റേഷനുകളിൽ അടക്കമുള്ള വാഹനങ്ങൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. നേരത്തെ ഈ സുഗതൻ സ്ഥാനാർത്ഥിയായ സമയത്ത് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന തലത്തിലേക്ക് സുഗതന്റെ അനുയായികൾ കടന്നു എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. അപ്പോൾ അവരും അറസ്റ്റിലായിട്ടുണ്ടോ? നിലവിൽ അവരും പോലീസ് സ്റ്റേഷനകത്തുണ്ടോ? അതോ സുഗതനെ മാത്രമാണോ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ? നിലവിലെന്തായാലും സുഗതൻ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അകത്ത് BJPയുടെ പ്രധാനപ്പെട്ട കൗൺസിലർമാരടക്കമുള്ള ആളുകളും അകത്തുണ്ട്. എന്തായാലും ഇപ്പോൾ മുന്നിൽ ഒരു പോലീസ് വാഹനം പുറത്ത് ക്രമീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ മുന്നിൽ ഇവിടെ നടക്കുന്ന വിഷയം നമ്മൾ പറഞ്ഞു മാത്രം ആണ്, നമ്മളിവിടെ നടക്കുന്ന കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. അല്ലാതെ പോലീസ് തന്ന വിവരങ്ങളും നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷനകത്തു നിന്നും ഇപ്പോൾ ഈ പോലീസ് വണ്ടി അകത്തേക്ക് പുറത്തേക്ക് പോവുകയാണ്. നിരവധി പോലീസുകാരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഒരു പോലീസ് വാഹനം അടക്കം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിൽ
സുഗതനൊപ്പമുള്ള ആളുകൾ കുറച്ച് അസ്വസ്ഥരാണ്. അവർ വന്ന് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അവർക്ക് പറയാനുള്ള വിഷമം കൂടി നൽകാം എന്ന് പറയുമ്പോഴും അവർ സംസാരിക്കാൻ നമുക്ക് പരിചയമുള്ള ചില BJP നേതാക്കൾ അടക്കമുള്ള ആളുകളും ഇവിടെയുണ്ട്. അതിനാൽ അത്തരത്തിൽ കാര്യമായ പ്രശ്നങ്ങളില്ല. പക്ഷേ അവർക്ക് ആ വിഷയത്തിൽ അസ്വസ്ഥതയുണ്ട്. ACP അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. SHO അകത്തുണ്ട്. ഏതായാലും വിവിധ സ്റ്റേഷനുകളിൽ നിന്നും സമീപത്തുള്ള വിവിധ സ്റ്റേഷനുകളിലെ SHOമാരും വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന 3 പേരും SHOമാരാണ്. സമീപത്തെ സ്റ്റേഷനുകളിലുള്ള SHOമാരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. SHOമാരുടെ നേതൃത്വത്തിൽ ഒരു വാൻ നിറയെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ആ വാനിൽ സുഗതനുണ്ടോ എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. ഈ വിവിധ കേസുകളുമായി വാനിൽ സുഗതനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി സുഗതനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരുപക്ഷെ എവിടെയായിരിക്കും ആശുപത്രി? പേരൂർക്കട ആശുപത്രിയിലേക്ക് എത്തിച്ച് വൈദ്യപരിശോധന നടത്തും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയും ഇതുപോലെ പ്രതിഷേധത്തിനുള്ള സാഹചര്യമോ സുഗതന്റെ അനുയായികൾ വന്ന് ഇടപെടാനുള്ള സാഹചര്യമോ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്ര വലിയ സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നത്. ഈ പോലീസ് സ്റ്റേഷന് അകത്തും പുറത്തും നിറയെ വാഹനങ്ങളാണ് എന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ പ്രധാനപ്പെട്ട BJP നേതാക്കളടക്കം BJPയുടെ കൗൺസിലർമാരടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഗിരി അടക്കമുള്ള കൗൺസിലർമാർ ഹൈക്കോടതി വരെ ജാമ്യം നിഷേധിച്ച ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് കാരണം എന്താണ്? അവിടെയുള്ള BJPക്കാർ അമൽ പറഞ്ഞു കൗൺസിലർമാർ ഉൾപ്പെടെ ഉണ്ട്. ആരെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാകുമോ? നേരത്തെ ചില സ്ത്രീകളെയൊക്കെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അവരൊക്കെ സുഗതന് വേണ്ടി പ്രതിരോധം തീർക്കാനായി എത്തിയിട്ടുള്ള ആളുകളാണോ? ഇപ്പോഴെന്തായാലും വാഹനം പുറത്തേക്ക് ഇറങ്ങുകയാണ്. BJPയുടെ ഈ സുഗതന്റെ അനുയായികളായ ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നു. സമീപകാലത്ത് ഇങ്ങനെ ഒരു ആള് അകത്തു നിന്നും പറഞ്ഞുണ്ട്. BJPയുടെ കൗൺസിലറായ സുഗതനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസ് സ്റ്റേഷന് മുന്നിൽ മുദ്രാവാക്യം വിളികളാണ്. BJP അനുകൂല മുദ്രാവാക്യങ്ങൾ, ബോലോ ഭാരത് മാതാ കി വിളിയടക്കം ഇവിടെ ഉണ്ടാകുന്നു. ഈ വിഷയത്തിൽ ഇനി അവർക്ക് പറയാനുള്ളത് കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഒരു വാൻ നിറയെ പോലീസുമായി വൈദ്യപരിശോധനയ്ക്കായി സുഗതനെയും കൊണ്ടിപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണ്. അവിടുന്ന് ക്യാമ്പിൽ നിന്നുള്ള ആളുകളെ അടക്കം ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അത്ര വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ. ഇപ്പോൾ 2 പോലീസ് വാഹനമാണ് ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന് മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. ആ 2 പോലീസ് വാനിലും നിറയെ ക്യാമ്പിൽ നിന്നുള്ള പോലീസുകാരെ അടക്കം എത്തിച്ചിരിക്കുന്നു. പുറത്തു നിന്ന് ആളുകളുടെ മുദ്രാവാക്യം വിളികൾ തുടരുകയാണ്. അവരുടെ ഭാഗം കൂടി കേൾക്കണം എന്ന നിരന്തരമായ ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് കേൾക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വീട്ടിലെത്തി പോലീസ് അതിക്രമം കാണിച്ചു എന്നുള്ളത് തന്നെയാണ് BJP കൗൺസിലർമാരുടെ BJPയുടെ നേതാക്കന്മാരടക്കമുള്ള ആളുകളുടെ പരാതി എന്ന് പറയുന്നത്. ഹലോ, വൈഫ് ഒന്ന് സംസാരിക്കാൻ കഴിയും? അവരോട് സംസാരിക്കാൻ പറയും. അവരുടെ ഭാഗം കൂടി കൊടുക്കുക. അവരോട് സംസാരിക്കാൻ പറയും. സുഗതന്റെ ഭാര്യ അടക്കമുള്ള ആളുകളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ സംസാരിക്കും. അവരുടെ ഭാഗം കൂടി കൊടുക്കണം എന്നുള്ള നിർബന്ധം പറയുന്നുണ്ട് ഇവർ. കാരണം വീട്ടിലെത്തി പോലീസ് അതിക്രമം കാണിച്ചു എന്നുള്ളതാണ് അവരുടെ പക്ഷം. നിലവിൽ എന്തായാലും ഇപ്പോൾ ഇതിനു മുന്നിൽ BJP പ്രവർത്തകരും BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും എല്ലാം എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കൗൺസിലർമാരായ ആളുകൾ അടക്കമുള്ള ആളുകളോട് സംസാരിക്കുന്നുണ്ട്. അവരുടെ ഒരു ഭാഗം വിശദീകരിക്കാൻ പറയുമ്പോൾ അവർ അത് പറയുന്നില്ല. പക്ഷേ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിൽ കൃത്യമായ അസ്വസ്ഥത അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നേതാക്കന്മാർ ഇടപെട്ട് ഈ പ്രവർത്തകരോട് പോലീസ് സ്റ്റേഷന്റെ നേരെ മുന്നിൽ നിന്നും മാറാനൊരു നിർദ്ദേശം നൽകുകയാണ്. ഇപ്പോൾ മാതൃഭൂമി ന്യൂസാണ് ഇവിടെ ആദ്യം എത്തിയത്. അതിനാൽ നമ്മൾ മാത്രമേ വിളിക്കുന്നുള്ളൂ. അതിനാൽ വന്നപ്പോൾ തന്നെ അവർ ഈ വാർത്ത കൊടുക്കുന്ന ചില പ്രശ്നങ്ങളും മറ്റുമൊക്കെ പറയുന്നു. നമുക്ക് സുഗതന്റെ ഭാര്യയുടെ പ്രതികരണം ലഭ്യമാകുമോ എന്നുള്ളത് നോക്കാം. അവർക്ക് സംസാരിക്കണമെന്ന് അവർക്കൊപ്പമുള്ള ആളുകൾ പറയുന്നുണ്ട്. അവർക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ. അവിടെ ഒരു വിഷയം നടന്ന വീടാണ്. ഹലോ ഹലോ, സംസാരിക്കുന്നുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഒരു മിനിറ്റ്, എനിക്ക് ജനറൽ ഹോസ്പിറ്റൽ വരെ എത്തണം. ഈ പോലീസുകാരെ വിശ്വസിച്ച് എനിക്ക് വിടാൻ പറ്റൂല. വൈദ്യപരിശോധനയ്ക്കായി ഇപ്പോൾ സുഗതനെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സുഗതന്റെ ഭാര്യയാണ് ഇപ്പോൾ ഓട്ടോറിക്ഷയിൽ കയറി അവിടേക്ക് പോകുന്നത്. ഈ പോലീസുകാരെ വിശ്വസിച്ച് എനിക്ക് അദ്ദേഹത്തെ അവിടേക്ക് വിടാൻ കഴിയില്ല എന്നൊരു പ്രതികരണം മാത്രമാണ് ഇപ്പോൾ അവർ നടത്തുന്നത്. അതിനുശേഷം ഇവിടെ നിന്നും സുഗതന്റെ ഭാര്യ കൂടി ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് പോവുകയാണ്. ജനറൽ ആശുപത്രിയിലാകും വൈദ്യപരിശോധന നടക്കുക. ഒരു വാൻ നിറയെ പോലീസുകാരുമായാണ് ഈ വാഹനം ഇവിടെ നിന്നും പോലീസ് വാൻ ഇവിടെ നിന്നും പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെയും സമീപ പ്രദേശത്തെ പോലീസ് സ്റ്റേഷനുകളിലെയും വാഹനം കൂടി
പോലീസ് ഉദ്യോഗസ്ഥരുമായി അവിടേക്ക് ഈ പോലീസ് വാനിനെ അനുഗമിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഓട്ടോറിക്ഷയിലുള്ളത് സുഗതന്റെ ഭാര്യയാണ്. അവർക്ക് നേരെ പോലീസിന്റെ ആക്രമണം ഉണ്ടായി എന്നൊരു കാര്യമാണ് BJP പ്രവർത്തകർ പറയുന്നത്. എന്തായാലും ഒരു കേസുമായി ബന്ധപ്പെട്ട് ആ കേസിൽ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് പോലീസിന്റെ നടപടി ഉണ്ടായത്. വീണ്ടും ഒരു പോലീസ് വാൻ കൂടി ഇവിടേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ പോലീസ് സ്റ്റേഷൻ, വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിരവധി കൺട്രോൾ റൂമിന്റെ അടക്കമുള്ള പോലീസ് നമ്മളിപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വളരെ നാടകീയമായിട്ടുള്ള സംഭവങ്ങളാണ് തലസ്ഥാനത്ത് അരങ്ങേറിയിരിക്കുന്നത്.